മലങ്കരയിലെ ക്രൈസ്തവ സമൂഹത്തിന് മാർഗദർശികളായ സുറിയാനി ജ്ഞാനായ സമുദായം പൂർവിക വിശ്വാസം കൈവിടുകയില്ല എന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് തിരുമൂലപുരത്ത് സത്യവിശ്വാസികളുടെ മഹാസാഗരമൊരുങ്ങിയത്. യുവജന സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജ്ഞാനായ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സംഗമമാണ് ഇട്ടിത്തൊമ്മൻ കത്തനാർ നഗർ തിരുമൂലപുരം MDM കൺവെൻഷൻ സെൻറ്ററിൽ വമ്പൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രണ്ടാം കൂനം കുരിശ് സത്യം നടന്നത്. ഈ സമ്മേളനത്തിലൂടെ സമുദായ അംഗങ്ങൾ ഉയർത്തിയ ശക്തമായ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ യഥാർത്ഥ വികാരം ഉൾക്കൊള്ളുവാനും സമാധാന അന്തരീക്ഷത്തിലേക്ക് സഭയെ കൊണ്ടുവരുവാനും നേതൃത്വത്തിന് കഴിയണം. പൂർവിക കാലം മുതൽ ജ്ഞാനായ സമുദായത്തെ കരുതിയ, സ്നേഹിച്ച, വളർത്തിയ അന്ത്യോക്യ സിംഹാസനത്തോട് മറുതലിക്കുക എന്നത് തന്നെ സമുദായ ഭരണഘടനാ വിരുദ്ധമാണ്. സമുദായത്തെ നയിക്കേണ്ട നേതൃത്വം തന്നെ വിഭാഗീയതയും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും പൂർവിക വിശ്വാസ ആചാര ലംഘനവും നടത്തി സമുദായത്തിൻ്റെ ശ്രേഷ്ഠത സമൂഹത്തിൽ പോലും കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം നിർണായകമാണ്. സമുദായ രക്ഷയ്ക്കായി ജനം മുന്നിട്ടിറങ്ങിയേ തീരൂ എന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഈ മഹാ ഒത്തുചേരൽ ഏറ്റവും അനിവാര്യമായിരുന്നുവെന്ന് ഏവരും തിരിച്ചറിയുകയാണ്. ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യാൻ പാത്രിയാർക്ക പ്രതിനിധി ആർച്ച് ബിഷപ്പ് മാർ അന്ത്രയോസ് ബാഹി മെത്രാപ്പൊലിത്ത എത്തിച്ചേർന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും എല്ലാ അനുമതികളോടും കൂടി അന്ത്യോക്യൻ പ്രതിനിധിയെ സ്വീകരിച്ചു. ഈ സമ്മേളനം പൊളിക്കാൻ ചില സാത്താന്യ ശക്തികൾ കോടതികൾ കയറി ഇറങ്ങിയെങ്കിലും ദൈവത്തിൻ്റെ മഹാശക്തിയാൽ അവർ പരാജിതരായി. സത്യവിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പൂർവ്വപിതാക്കന്മാർ ആഞ്ഞിലമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിലെ കൽക്കുരിശിൽ ആലാത്ത് കെട്ടി 10,000-ങ്ങളെ സാക്ഷി നിർത്തി സത്യം ചെയ്ത ചരിത്രമാണ് കൂനൻ കുരിശ് സത്യം. അതാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടത്. ജ്ഞാനായ സമുദായത്തിലെ മെത്രാപ്പൊലിത്തന്മാരും വൈദികരും ആബാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ചൊന്നിച്ചായി അണിചേർന്ന് കുരിശിൽ ആലാത്ത് കെട്ടി അന്ത്യോക്യ ജ്ഞാനായ ബന്ധം നീണാൾ വാഴട്ടെ എന്നുള്ള സത്യവിശ്വാസ പ്രഖ്യാപനത്തോടെ പ്രതിജ്ഞ ചെയ്തു. ആ നിമിഷം സഭയെ സംബന്ധിച്ച് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. യാക്കോബായ സഭയിലെ മെത്രാപ്പൊലിത്തന്മാർ മാത്രമല്ല, മറ്റ് സഭകളിലെ ബിഷപ്പുമാരും ജ്ഞാനായ സമുദായത്തിലെ സഹായ മെത്രാപ്പൊലിത്തന്മാരും പങ്കെടുത്തു. ഈ മഹാസമ്മേളനം ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു മഹാസംഭവമായി മാറുകയായിരുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ 25 വർഷമായി ക്രൈസ്തവ സമൂഹത്തിൽ ശ്രദ്ധ കേന്ദ്രമായി മാറിയ വചനാഘോഷണം പത്രം പ്രസിദ്ധീകരിച്ച വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. ജ്ഞാനായക്കാരും അന്ത്യോക്യൻ സിംഹാസനവും എന്ന കമാൻഡർ TO ഏലിയാസിൻ്റെ ലേഖനം ആരെയും ഇരുത്തി ചിന്തിപ്പിച്ചു. ജ്ഞാനായ സമുദായ അംഗങ്ങളോടും വൈദികരോടും ഉള്ള അഭ്യർത്ഥന എഴുതിയ മുൻ സമുദായ സെക്രട്ടറി കൂടിയായ ഏലിയാസ് അക്കിയാറിയ പാറയലിൻ്റെ ലേഖനവും തലമുറകളായ ജ്ഞാനായ അന്ത്യോക്യ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. സഭ ഇന്ന് വ്യാജ വാർത്തകളിലൂടെ നേരിടുന്ന പ്രതിബന്ധങ്ങൾ ഏറെയാണ്. അസത്യം പ്രചരിപ്പിക്കരുത്, വ്യാജ വാർത്ത പരത്തരുത്, കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന, സഭയെ ഉന്മൂലനം ചെയ്യുന്ന അന്ധകാര ശക്തിക്കെതിരെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന അപകടം എന്ന ലേഖനത്തിലൂടെ സുവിശേഷകൻ തോമസ് ഊട്ടി പുന്നൂസ് അക്ഷരങ്ങളുടെ വാള് വീശി. ലോകമെങ്ങുമുള്ള ജ്ഞാനായ മക്കൾ ഒരുമിച്ച ഈ മഹാസമ്മേളനത്തിൽ വൈവിധ്യമാർന്ന കലാമത്സരങ്ങൾ, വനിതാ സമ്മേളനങ്ങൾ, സഭയ്ക്ക് സംഭാവന നൽകിയവരെ ആദരിക്കൽ, സഭാചരിത്ര ചിത്ര പ്രദർശനം, സമാജം പുസ്തകോത്സവം 2025, സ്ത്രീ ശാക്തീകരണം, കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയിരുന്നു. സമുദായം തകർന്നു പോകാതെ, ശിഥിലമാകാതെ, മുടക്കപ്പെട്ട സമൂഹത്തിൻ്റെ കൈകളിൽ അമർന്നു പോകാതെ പൗരോഹിത്യത്തിൻ്റെ ഉറവിടമായ അന്ത്യോക്യൻ പത്രക്കീസ് ബാവയുടെ ആത്മീയ അധികാരത്തിൻ്റെ കീഴിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുവാൻ ഈ സമ്മേളനം ഒരു അത്ഭുതമായി മാറുമെന്ന് ലോകം മുഴുവനുമുള്ള ജ്ഞാനായ ജനം വിലയിരുത്തി.